ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് വെൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേയുടെ വ്ളോഗുമായിട്ടാണ്. മാമിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ. അപ്പോൾ കൊയിലാണ്ടി കൊല്ലത്തെത്തിയപ്പോൾ സമയത്ത് റെയിൽവേ ഗേറ്റ് എന്താ പറയുക, ഫോർച്ചുനേറ്റ്ലി ഓപ്പൺ ആയിരുന്നു. മറ്റേ ഞങ്ങൾക്ക് അങ്ങനെ അധികം കിട്ടാറില്ല, എപ്പോഴും ബ്ലോക്കിലായി പോകാറാണ് പതിവ്. അങ്ങനെ കൺസൾട്ട് ചെയ്ത ശേഷം ഞങ്ങൾ കൊല്ലത്തുള്ള നഴ്സറിയിലെത്തി. അവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പം മാമിക്കും ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പം എനിക്കും ഇൻട്രസ്റ്റാണ്. പക്ഷേ ഞങ്ങളിവിടെ ഗാർഡനിങ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ കുറേ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ക്ലൈമറ്റിൻ്റെ അതുകൊണ്ടായിരിക്കും. അവിടെ മാമൻ്റെ അവിടെ നന്നായിട്ടുണ്ടാവാറുണ്ട് ചെടികളൊക്കെ. ഞങ്ങൾക്കിവിടെ പെട്ടെന്ന് നശിച്ചു പോകാറാണ് കേട്ടോ ഉള്ളത്. നഴ്സറി കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അവിടെ ഒരുപാട് ചെടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചെടികളൊക്കെ വാങ്ങിച്ച് ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. കൊല്ലത്തെത്തിയപ്പോൾ റെയിൽവേ ഗേറ്റ് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ വന്ന് ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തിരുന്നു. കുറേ ആയി ഞാൻ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട്, ISRO പോകുമ്പം ചെയ്തതായിരുന്നു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് പായസം അമ്മമ്മയുടെ വകയായിരുന്നു. പാലടയും പാലും വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മമ്മ രാവിലെ തന്നെ എൻ്റെ അടുത്ത് പൈസ തന്ന് വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. വീട്ടിലെത്തി ഞങ്ങൾ ചെടികളൊക്കെ അതുപോലെ എന്താ പറയുക, നല്ല വൃത്തിയിൽ അടുക്കി എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി പുതിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നത്. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല ഈ ഡ്രസ്സ്, വാങ്ങിച്ചിട്ട് കുറച്ചായി. അങ്ങനെ ഫ്രഷായി അത്യാവശ്യം മേക്കപ്പൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ കസിനൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അവൻ രാത്രി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, റിസപ്ഷന് പോകാനുണ്ടായിരുന്നു. അത് കാരണം അവൻ പറഞ്ഞു ഉച്ചയ്ക്ക് മുറിക്കാൻ, ഞാൻ രാത്രി ഉണ്ടാവില്ലെന്ന് പറഞ്ഞതിനെ കൊണ്ടാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും അവൻ വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, അപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ തന്നെ അൺബോക്സ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ച് അവൻ്റെ അടുത്ത് തന്നെ കൊടുത്തു. അങ്ങനെ അതാ എൻ്റെ പേരൊക്കെ വെച്ചിട്ട് അവൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഹാപ്പിയായി. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേക്കൊക്കെ കട്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം. അങ്ങനെ അവിടെയുള്ള കുട്ടിപ്പട്ടാളംസ് കുറേ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ തന്നെ ഞാനും എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായി. ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്രയും പേരുടെ മുന്നിൽ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ക്യാമറാമാമന് ലാസ്റ്റാണ് കിട്ടിയത്. ഞാൻ അവന് ലാസ്റ്റാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിന് ശേഷം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. ബാലൻസ് വന്ന കേക്ക് രാത്രിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഗസ്റ്റുകളായിട്ട് കുറേ പേരങ്ങനെ വരാറുണ്ട്, അയൽവക്കത്തു നിന്നൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വരുന്നവർക്കൊക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാലൻസൊക്കെ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അമ്മമ്മയുടെ പായസം ഇതാ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി ലഞ്ച് ഒരുമിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു. പായസം നല്ല ടേസ്റ്റായിരുന്നു. പാലട പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പായസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയ സമയത്ത് മാമിയുണ്ട് സർപ്രൈസായിട്ട് പോയിട്ട് എനിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് തന്നിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഡ്രസ്സൊക്കെ കിട്ടും എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു ഗൗണാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതെനിക്ക് വളരെ ചെറുതായത് കാരണം അനിയത്തിക്ക് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേറെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമി. എന്തായാലും ഞാനത് അനിയത്തിക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ രാത്രി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.